ആധുനിക കാലഘട്ടത്തിൽ യൂറോപ്പിലൊക്കെ ഈ എയ്ത്തീസം, മെറ്റീരിയലിസം, ഈ യൂറോപ്യൻ എൻലൈറ്റൻമെൻറ്റിന് ശേഷം ഈ സാധനങ്ങൾ ഇത്രയും ഫ്ലറിഷ് ചെയ്യാനുള്ള കാരണം ശരിക്കും അവിടെ ഹിസ്റ്റോറിക്കൽ റിസർച്ച് വളർന്നു വന്നു എന്നുള്ളതാണ്. ഈ ഹിസ്റ്റോറിക്കൽ റിസർച്ച് ബിബ്ലിക്കൽ സ്റ്റഡീസായി മാറി. ബിബ്ലിക്കൽ സ്റ്റഡീസ്, ബൈബിളിൻ്റെ ടെക്സ്റ്റിനെ പറ്റി കുറേ ക്രിറ്റിക്കൽ സ്റ്റഡീസ് ഉണ്ടായി യൂറോപ്യൻ യൂണിവേഴ്സിറ്റികളിൽ. ഈ സ്റ്റഡീസ് അൺഡിനയബിളി കാണിച്ചൊരു സാധനം ഇത് കാലത്തിലൂടെ ഡെവലപ്പ് ചെയ്തൊരു ടെക്സ്റ്റാണ്. ഇതിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ പല കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതല്ലാതെ ഇത് ഡിവൈൻലി റിവീൽഡായ അങ്ങനത്തെ ഒരു ടെക്സ്റ്റ് അല്ല. അതായത് ഒരു സമയത്ത് ഇങ്ങോട്ട് ഉണ്ടായതല്ല, സെഞ്ച്വറീസ് കൊണ്ട് പലതരത്തിലുള്ള മാറ്റങ്ങൾ ഇതിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അത്രയും എവിഡൻ്റായി വന്നപ്പോഴാണ് ശരിക്കും യൂറോപ്പിൽ ഈ ഒരു മെറ്റീരിയലിസത്തിൻ്റെ പനി അതൊരു കാട്ടുതീ പോലെ പടർന്നു പിടിക്കാൻ പോലും കാരണമായത് ശരിക്കും ബൈബിളിനെ പറ്റിയുള്ള സംഭവമാണ്. അത് ഖുർആൻ തരുന്ന ഇൻസൈറ്റ് എന്ന് പറഞ്ഞാൽ അതിനുള്ള വിശ്വാസം ഉപേക്ഷിക്കുകയല്ല ചെയ്യേണ്ടത്. ഖുർആൻ പറയണത് അതെ, അത് കറപ്റ്റഡായി, പക്ഷെ കറപ്റ്റഡ് അല്ലാത്ത ഒരു വേദഗ്രന്ഥം അതിന് ഞാൻ നിങ്ങൾക്ക് പകരം തരുന്നു. ആ വേദഗ്രന്ഥം നിങ്ങൾ സ്വീകരിക്കുക, അതനുസരിച്ച് ജീവിക്കുക. നിങ്ങൾ ഏത് പടച്ചോനാണോ ആരാധിക്കാൻ ആഗ്രഹിക്കുന്നത് ആ പടച്ചോനിതാ ഒരു കലർപ്പുകളും ഇല്ലാത്തൊരു വേദഗ്രന്ഥം നിങ്ങൾക്ക് നൽകുന്നു എന്നുള്ള കാര്യമാണ് ഖുർആൻ അവിടെ പറയുന്നത്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് തന്നെ നമ്മളെല്ലാവരോടും ഖുർആൻ എന്ന് പറയുന്നത് എന്തോ അതിനോടൊരു അകലം, ഒരു വേറെ അങ്ങനെയല്ല. നിങ്ങളുടെ പടച്ചവൻ പറഞ്ഞു, ഈ ശബ്ദം കേൾക്കുന്ന ആരാണെങ്കിലും, അത് യഹൂദനാണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും വേറെ ആരാണെങ്കിലും, നിങ്ങളുടെ പടച്ചവൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളോട് സംസാരിച്ചുകൊണ്ട് അവതരിപ്പിച്ചൊരു വേദഗ്രന്ഥമാണത്. പ്രത്യേകിച്ചും നിങ്ങൾക്കൊരു ബിബ്ലിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാവും. കാരണം അതിലുള്ള കുറേ കാര്യങ്ങൾ തുടർച്ച അതിലുണ്ട്. പക്ഷെ അതേസമയം അതിൽ പിൽക്കാലത്ത് വന്ന കറപ്ഷൻസ് എന്താണെന്ന് നോക്കിയാൽ മനസ്സിലാവും. അപ്പം അത് ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.